ഹായ്, എല്ലാവർക്കും സുഖാണോ? ഓക്കെ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. അതെ, വേനലവധി ആരംഭിക്കുകയാണല്ലേ. നമ്മുടെ മക്കളെല്ലാം വളരെ ഹാപ്പിയാണ്. അതോടുകൂടി കഠിനമായ ചൂടും മക്കളെ വീടുകളിൽ തന്നെ സുരക്ഷിതമായി പിടിച്ചിരുത്താനുള്ള തന്ത്രപ്പാടിലുമാണ് രക്ഷിതാക്കൾ. എന്നാൽ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 5, 6, 7, 8, 9 പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ടതാണ്. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷ പഠനം എന്നത് വളരെ ദുഷ്കരമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പഠനത്തിൽ നന്നായി മികവ് പുലർത്തുന്ന കുട്ടികൾ പോലും മലയാളത്തിൽ പുറകിലോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആരുടെ കുഴപ്പമാണ്? അധ്യാപകരുടെ കുഴപ്പമാണോ? രക്ഷിതാവിന്റെ കുഴപ്പമാണോ? കുട്ടിയുടെ കുഴപ്പമാണോ എന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനുള്ള ഉത്തരം ആ കൊറോണ കാലത്ത് അടിസ്ഥാനമായിട്ട് അക്ഷരങ്ങൾ പഠിക്കേണ്ട കുട്ടികളായിരുന്നു ഇവർ. 1, 2, 3 പഠിക്കുന്ന കുട്ടികൾ. അന്ന് ഇവർക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം കിട്ടി. വളരെ വളരെ സന്തോഷത്തോടെയും സ്വീകാര്യതയോടും കൂടി തന്നെയാണ് നമ്മൾ അതിനെ നോക്കിക്കണ്ടത്. എന്നാൽ മലയാള ഭാഷാ പഠനത്തിൽ അത് അത്ര കണ്ട് ഫലവത്തായിട്ടില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ 6, 7 പഠിക്കുന്ന കുട്ടികൾ മലയാളത്തിൽ ഇത്ര കണ്ട് പുറകിലോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാഴ്ചയാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ കുട്ടികൾ ഇങ്ങനെ പിന്നോട്ട് വളരെ പുറകോട്ട് പോകുന്നത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഈ 1, 2, 3 ക്ലാസ്സുകളിലൊക്കെ കിട്ടേണ്ടിയിരുന്നത് കിട്ടാതെ പോയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മറ്റ് സബ്ജക്റ്റുകളിലായാലും മറ്റു ഭാഷകളിലുമൊക്കെ നല്ല രീതിയിൽ മികവ് പുലർത്തുന്ന കുട്ടികളെ പോലും ഇത് കാണുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ? എന്റെ മോനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒട്ടുമിക്ക പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും അവരും ഇതേ ഒരു അനുഭവം പങ്കുവച്ചു. അതിന്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടികൾ 5, 6, 7, 8, 9 ഈ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണോ? എങ്കിൽ അവർക്ക് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? അവർക്ക് ഏതെങ്കിലും രീതിയിൽ മലയാള പഠനത്തിൽ മറ്റു സബ്ജക്റ്റുകളിലൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നല്ല മികവ് പുലർത്തുന്ന കുട്ടിയാണ്. എന്നാൽ മലയാളത്തിൽ പുറകിലാണ്. ഇതല്ല, സാധാരണ ഗതിയിലാണെങ്കിലും മലയാളം പഠിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അക്ഷരങ്ങൾ അറിയുന്നില്ല. നല്ല രീതിയിൽ ഒരു പാരഗ്രാഫ് എഴുതാനോ വായിക്കാനോ കുട്ടിക്ക് സാധിക്കുന്നില്ല. ഒരുപാട് അക്ഷരത്തെറ്റുകൾ വരുത്തുന്നു. മലയാളത്തിനോട് കുട്ടിക്ക് ഒരു താല്പര്യമില്ലായ്മ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കുട്ടികളിൽ കാണുന്നത്. ഈ ഒരു പ്രശ്നം നിങ്ങളുടെ കുട്ടികൾക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിലയേറിയതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ രക്ഷിതാക്കളും ഈ രീതിയിലൊരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും.